students, I am your commerce faculty Sherin ആണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു ചാപ്റ്റർ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ കമ്പനി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങൾ പോയി കാണുക. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫോക്കസ് ഏരിയ ആയിട്ടുള്ള മൂന്നാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ഫോക്കസ് ഏരിയയിലെ നമ്മൾ ചാപ്റ്റർ 7 പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുക്കുന്നത്. അപ്പൊ എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നതിന് മുമ്പ് എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ മാനേജ്മെന്റ് അല്ലെ, മാനേജ്മെന്റിന്റെ 5 ഫങ്ഷൻസ് ഉണ്ട്. ഒരു കമ്പനിയിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രധാന ഒരു ഏരിയ ആണ് അല്ലെ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് 5 ഫങ്ഷൻസ് ഉണ്ട് അല്ലെ. 5 ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്. ഇത്രയും കാര്യങ്ങൾ എന്താണ്, ഇവരുടെ ഫങ്ഷൻസ് ആണ് അല്ലെ. അവർ ചെയ്യുന്ന, അതായത് ഒരു മാനേജ്മെന്റ് എന്തെല്ലാം ഒരു കമ്പനിയിൽ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഫങ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്. ഇനി വരുന്ന ചാപ്റ്ററുകളിൽ നമ്മൾ ഇതിൽ ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് നോക്കാം, പ്ലാനിങ് എന്താണെന്ന് നോക്കാം അല്ലെ. എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത്? ഭാവി ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അവ നേടുന്നതിനുള്ള വഴികളും മാർഗങ്ങളും തീരുമാനിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പ്ലാനിങ്. മനസ്സിലായോ? നമ്മൾ ഫ്യൂച്ചറിലേക്ക് അല്ലേ, നമുക്ക് ഫ്യൂച്ചറിലേക്ക് എന്ത് വേണം, വാട്ട് ഈസ് ടു ബി ഡൺ അല്ലേ, നമുക്ക് എന്ത് വേണം, എങ്ങനെ നടത്തണം, എപ്പോൾ നടത്തണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന, ഫ്യൂച്ചറിലേക്കുള്ള ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ നാളേക്ക് എന്തൊരു തീരുമാനം എടുക്കുന്നോ അതിനുവേണ്ടി നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ. ഭാവി ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അവ നേടുന്നതിനുള്ള വഴികളും മാർഗങ്ങളും തീരുമാനിക്കുന്നതിനെയാണ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, പ്ലാനിങ്. മാനേജ്മെന്റിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് എന്ത്, പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇതും കൂടെ എഴുതാട്ടോ അതിന്റെ കൂടെ. അപ്പൊ നമുക്ക് എന്താണ് പ്ലാനിങ് എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് പറയാണ്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഈ ഫീച്ചേഴ്സ് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എസ്സേ എഴുതാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം അല്ലെ, മാനേജ്മെന്റിന്റെ എന്താണ്, പ്രാഥമിക പ്രവർത്തനമാണ് അല്ലെ. ഫസ്റ്റ് പ്രൈമറി സെക്ഷൻ അല്ലേ, എന്ത് നമ്മുടെ പ്രൈമറി ഫംഗ്ഷൻ അല്ലേ നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെ. ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിങ് മാനേജ്മെന്റിന്റെ പ്രാഥമിക പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്, ആസൂത്രണം എപ്പോഴും ചില ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സൂചിപ്പിക്കുന്നു അല്ലെ. ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ കമ്പനിയുടെ എന്ത് ഗോളാണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് നേടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. ആസൂത്രണം എപ്പോഴും ചില ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു അല്ലെ. നെക്സ്റ്റ് എന്താണ്, മാനേജ്മെന്റിന്റെ എല്ലാ തലങ്ങളിലും ഓർഗനൈസേഷന്റെ എല്ലാ വകുപ്പുകളിലും എന്ത് വേണം, പ്ലാനിങ് വേണം, ആസൂത്രണം ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ആസൂത്രണം ഭാവിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അല്ലേ. ഞാൻ ഫ്യൂച്ചറിലേക്കുള്ളതാണെന്ന് പറഞ്ഞില്ലേ, ആണല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം തുടങ്ങിയവ മുൻകൂട്ടി തീരുമാനമെടുക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചർ പറയുന്നത് എന്താണ് നോക്കൂ, ആസൂത്രണം ഒരു തുടർച്ചയായ പ്രക്രിയയാണ് അല്ലെ, കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, മാറിയ വ്യവസ്ഥകൾക്ക് അനുസൃതമായി പദ്ധതികൾ എന്ത് ചെയ്യുന്നുണ്ട്, പരിഷ്കരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആസൂത്രണം എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നുണ്ട്, ആസൂത്രണമാണ് മാനേജ്മെന്റിന്റെ പ്രധാനവുമായ പ്രവർത്തനം അല്ലേ. നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷനും അതുപോലെ തന്നെ അതിന്റെ പ്രധാന ഏതാണ്, പ്ലാനിങ് ആണ്. ആസൂത്രണം ചെയ്യാതെ സംഘടനയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും എന്താണ്, അർത്ഥശൂന്യമാണ് എന്നാണ് പറയുന്നത്. ഈ പ്ലാനിങ് ഇല്ലാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ചെന്നാൽ എന്താണ്, നമ്മുടെ തീരുമാനങ്ങൾ ആകെ തകിടം മറിയും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രൈമറി ഫംഗ്ഷൻ ആണ് എന്ത്, പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെ. നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നോക്കൂ. ഏതൊരു കാര്യത്തിനും
നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ലിമിറ്റേഷൻസ്, അതിൻ്റെ വശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. മാറ്റങ്ങൾ എപ്പോഴും ജീവനക്കാർക്ക് സ്വീകാര്യമല്ല. ഈ മനോഭാവം ജീവനക്കാരെയും മാനേജർമാരെയും അവരുടെ പ്രവർത്തനങ്ങളെ അയവുള്ളവരാക്കുന്നു. അതായത് നമ്മുടെ കമ്പനിയിൽ എന്നും ഒരേ പ്രോസസ്സിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താൻ നോക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അല്ലേ. മാറ്റങ്ങൾ എപ്പോഴും ജീവനക്കാർക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല. പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്, പദ്ധതികൾ പ്രവചനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതിനാൽ അവ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഇത്തരം പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതികൾ എന്ത് ചെയ്യാം, തെറ്റിയേക്കാം. നമ്മൾ ഫ്യൂച്ചറിലേക്കാണല്ലോ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഭാവിയിൽ എന്ത് നടക്കുന്നു, ഭാവിയിൽ നമ്മൾ ഇപ്പൊ അടുത്ത വർഷം ഇന്ന കാര്യം നമ്മൾ ഏൺ ചെയ്യണം എന്ന് കരുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് സാധ്യമാക്കൂല അല്ലേ. അത് ഫുള്ളി നമുക്ക് കിട്ടണം എന്നില്ല, നമ്മുടെ തീരുമാനം ശരിയാവണം എന്നില്ല. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ആസൂത്രണം ഒരു സമയമെടുക്കുന്ന പ്രക്രിയയാണ് അല്ലെ. പ്ലാനിങ് ഒരു സമയമെടുത്ത് തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു സമയമെടുക്കുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ധാരാളം സമയം ആവശ്യമാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ചെലവേറിയതാണ് അല്ലേ, ചെലവുകൾ ഏറിയതാണ്. ഓക്കെ, പ്ലാനിങ് എന്ന് പറയുന്നത് ഭാവി ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അവ നേടുന്നതിനുള്ള വഴികളും മാർഗങ്ങളും തീരുമാനിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. ആസൂത്രണമാണ് മാനേജ്മെന്റിന്റെ പ്രധാനവുമായ പ്രവർത്തനം. ആസൂത്രണം ചെയ്യാതെ സംഘടനയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അർത്ഥശൂന്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് നമ്മുടെ പ്ലാനിങ്ങിന് കുറച്ച് സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ പ്രോസസ്സുകൾ ഉണ്ട് അല്ലേ. എന്തൊക്കെയാണെന്ന് നോക്കാം. സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്, വേണ്ടേ ലക്ഷ്യങ്ങൾ ക്രമീകരിക്കണ്ടേ, നമുക്ക് എന്താ ലക്ഷ്യം എന്നറിയണ്ടേ, എങ്കിലല്ലേ നമുക്ക് കൃത്യമായിട്ട് അതിന് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലാനിങ് പ്രക്രിയയിലെ പ്രാഥമിക ഘട്ടമാണ് ഇവിടെ ഒരു സ്ഥാപനത്തിന് ലക്ഷ്യം വ്യക്തമാക്കുന്നത് അല്ലേ. നെക്സ്റ്റ് പറയുന്നത് ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രിമൈസസ് അല്ലെ. ഫലപ്രദമായ ആസൂത്രണത്തിന് അവരുടെ ധാരണയും ന്യായമായ വിലയിരുത്തലും ആവശ്യമാണ്. അത്തരം സംഭവങ്ങൾ ഏതൊക്കെ പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത് അല്ലേ. അതിന്റെ അവസരങ്ങൾ, അതിന് സാധ്യമായിട്ടുള്ള ചുറ്റുപാടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഐഡന്റിഫൈ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഐഡന്റിഫൈ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ഇതര പ്രവർത്തന മാർഗങ്ങളെ തിരിച്ചറിയുന്നു. ലക്ഷ്യങ്ങൾ സജ്ജീകരിച്ചു കഴിഞ്ഞാൽ അനുമാനങ്ങൾ നടത്തുന്നു. അടുത്ത ഘട്ടം അവരുടെ മേൽ പ്രവർത്തിക്കുക എന്നതാണ്. പ്രവർത്തിക്കാനും ലക്ഷ്യങ്ങൾ നേടാനും നിരവധി മാർഗങ്ങൾ ഉണ്ടാകും. പ്രവർത്തനത്തിന് എല്ലാ മാർഗങ്ങളും തിരിച്ചറിയണം. നമ്മളൊരു കാര്യം, ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെ പ്രവർത്തനങ്ങളിൽ നമ്മൾ എത്തണം, ഏതൊക്കെ നമ്മൾ നടത്തണം എന്നുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പം ആ പ്രവർത്തനങ്ങളിലൂടെ പോകാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയണം അല്ലേ. അതാണ് ഐഡന്റിഫൈ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നെക്സ്റ്റ് ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇതര പ്രവർത്തന മാർഗങ്ങളെ വിലയിരുത്തണം അല്ലേ. അതിലൂടെ പോയാൽ അല്ലെങ്കിൽ ഞാൻ ആ ഒരു സെക്ഷനിലൂടെ പോയാൽ എൻ്റെ പ്ലാനിങ് അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം സ്ഥാനത്ത് എനിക്ക് എത്തുമോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അറിയണം അല്ലേ. ഓരോ ഘട്ടത്തിൻ്റെയും പോസിറ്റീവും നെഗറ്റീവ് വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, വിലയിരുത്തണം, ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ. എന്നിട്ട് അതായത് മൂലധനത്തിന്റെ ലഭ്യതയും കുറഞ്ഞ ചെലവും കുറഞ്ഞ അപകട സാധ്യതകളും എന്നിവ കണക്കിലെടുക്കുന്നു അല്ലേ. കൂടിയ ചെലവുള്ളടത്ത് കൂടി പോയാൽ നമ്മുടെ ബിസിനസ്സിന് വേണ്ട ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമോ, ഇല്ല. നമ്മളൊരു ബിസിനസ്സിന്റെ പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്യണം എന്നുള്ള ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് കൂടിയ സ്ഥലങ്ങളിലൂടെ പോകാൻ പാടില്ലല്ലോ അല്ലേ. അപ്പൊ അതുപോലെ തന്നെ കുറഞ്ഞ ചെലവിലും കുറഞ്ഞ അപകട സാധ്യതകളുള്ളതും മൂലധന ലഭ്യതയും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതിന്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് സെലക്ടിങ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് അല്ലെ. മികച്ചത് നമ്മൾ എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം. ഇതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, മികച്ചത് ഏതാണോ അത് നമ്മൾ എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം എന്നാണ് പറയുന്നത്. ഏറ്റവും ലാഭകരമായ പ്ലാനും കുറഞ്ഞ നെഗറ്റീവ് എഫക്റ്റുകളുമുള്ള മികച്ച പ്ലാൻ സ്വീകരിച്ച് നടപ്പിലാക്കുന്നു. അത്തരം സാഹചര്യങ്ങളിൽ മികച്ച തിരഞ്ഞെടുക്കുന്നതിൽ മാനേജറുടെ അനുഭവം കഴിവും ഒരു പ്രധാന പങ്കാണ് അല്ലേ. തീരുമാനമെടുക്കലും അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കലും ആരാണ്, മാനേജ്മെന്റ് ആണ്. അപ്പോൾ അതിലെന്താണ് അവരുടെ കഴിവ് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പൊ ഏറ്റവും ലാഭകരമായ പ്ലാനും കുറഞ്ഞ നെഗറ്റീവ് എഫക്റ്റുകളുമുള്ള ഒരു പ്ലാന് നമ്മൾ എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാനിങ്. നമ്മൾ എന്ത് ചെയ്യണം, പദ്ധതി നടപ്പിലാക്കൽ അല്ലെങ്കിൽ നടപ്പാക്കൽ.
മറ്റു മാനേജീരിയൽ പ്രവർത്തനങ്ങൾ കടന്നു വരുന്ന ഘട്ടമാണിത്. ഈ പ്രവർത്തനത്തിൽ പദ്ധതികൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനും മാനേജർമാർ ജീവനക്കാരുമായി വ്യക്തമായ ആശയവിനിമയം നടത്തുന്നു. ഈ ഘട്ടത്തിൽ വിഭവങ്ങൾ അനുവദിക്കുക, അധ്വാനത്തിനായി സംഘടിപ്പിക്കുക, യന്ത്രങ്ങൾ വാങ്ങുക. നമ്മളെ പ്ലാനിങ് എന്താണ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് എന്ത് ചെയ്യണം? നമ്മുടെ എംപ്ലോയീസിനെ അതിലേക്ക് നമ്മൾ അവരെ അതിലേക്ക് വേണ്ടിയിട്ട് അവരെ പുഷ് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് വേണ്ട പുതിയ യന്ത്രങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എത്രമാത്രം അധ്വാനിക്കണം, അവരെത്രമാത്രം എഫേർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തീരുമാനിക്കണം അല്ലേ. അതാണ് എന്തെന്ന് പറയുന്നത്? പദ്ധതി നടപ്പിലാക്കൽ. നെക്സ്റ്റ് പറയുന്നതാണ് ഫോളോയിങ് ആക്ഷൻ. പ്ലാനിങ് നിരന്തരം നിരീക്ഷിക്കുന്നതും കൃത്യമായ ഇടവേളകളിൽ ഫീഡ്ബാക്ക് എടുക്കുന്നതും ഫോളോ അപ്പ് എന്ന് പറയുന്നു അല്ലേ. പ്ലാനിങ് നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം നിരീക്ഷിക്കണം അല്ലേ. നമ്മൾ ആ പ്ലാനിങ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതിൻ്റെ ഫീഡ്ബാക്കും നമ്മൾ എന്ത് ചെയ്യണം? അറിയണം അല്ലേ. അപ്പം നമ്മൾ എത്ര സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ് പ്രോസസ്സുകൾ, സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രൊമൈസസ്, ഐഡന്റിഫൈ alternative course of action, evaluating alternative course of action, selecting the best alternative, implementation of planning, following action. Next നമ്മൾ പറയുന്നത് എന്താണ് പ്ലാനിങ് പ്രൊമൈസസ്? അറിയോ? ഇതിനു മുമ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു. എന്താണ് നമ്മുടെ സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ് പ്രോസസ്സിൽ സെക്കൻഡ് അല്ലേ, ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രൊമൈസസ് അല്ലേ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താണ് പ്ലാനിങ് പ്രൊമൈസസ് എന്നും കൂടി നോക്കാം. ഭാവിയിൽ സംഭവങ്ങൾ എങ്ങനെ രൂപപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് സങ്കല്പിക്കലാണ് എന്തെന്ന് പറയുന്നത് പ്ലാനിങ് പ്രൊമൈസസ് എന്ന് പറയുന്നത്. അതായത് ഭാവിയിൽ എത്രത്തോളം ഡിമാൻഡ് വരും, എന്തായിരിക്കും ഇടപാടുകാരുടെ ഇഷ്ടങ്ങൾ, ഇവിടെ എത്രത്തോളം മത്സരം ഉണ്ടാകും തുടങ്ങിയവ നമ്മൾ എന്ത് ചെയ്യണം? കണക്കിലെടുക്കണം, അല്ലെങ്കിൽ കണക്കാക്കാൻ സാധിക്കണം എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ടൈപ്സ് ഓഫ് പ്ലാനിങ്. എത്ര തരത്തിലുണ്ട്? നമുക്ക് 8 തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടൈപ്സ് ഓഫ് പ്ലാനുകളെ പറയുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ്. എല്ലാ പ്രവർത്തനങ്ങളെയും നയിക്കുന്ന ലക്ഷ്യങ്ങളാണ് ഒരു സ്ഥാപനം ലക്ഷ്യമിടുന്നത്. ഉദാഹരണത്തിന്, ഒരു വർഷത്തിനുള്ളിൽ 1000 പേരെ തുണി പ്രിന്റിങ്ങിൽ പരിശീലിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ലക്ഷ്യങ്ങൾ അക്കങ്ങൾ പോലെ അളക്കാൻ എളുപ്പമുള്ളതും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്യാൻ കഴിയുന്നതുമായിരിക്കണം അല്ലേ. ഫസ്റ്റ് ടൈപ്പ് അതാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? സ്ട്രാറ്റജി അല്ലേ. മാറുന്ന വിപണിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റങ്ങൾ നമുക്കും വരണ്ടേ, മാറാതിരിക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ കമ്പനി എന്ത് ചെയ്യില്ല? ഡെവലപ്പ് ചെയ്യില്ല അല്ലേ. അല്ലെങ്കിൽ മാറുന്ന വിപണിയിൽ അതിജീവിക്കാനും മത്സരിക്കാനുമുള്ള ബിസിനസ്സിനുള്ള ഒരു ഗെയിം പ്ലാൻ പോലെയാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രാറ്റജി അല്ലേ. തന്ത്രങ്ങൾ അവിടെ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. നമ്മുടെ എതിരാളികളെ അല്ലെങ്കിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയോ വിഭവങ്ങൾ എങ്ങനെ വിവേകപൂർവ്വം ഉപയോഗിക്കണമെന്നും കണ്ടുപിടിച്ചുകൊണ്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതാണ് എന്ത്? സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഭാവിയിൽ ഒരു ബിസിനസ് എവിടേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് പോളിസി. തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഒരു റൂൾ ബുക്ക് പോലെയാണ് എന്തെന്ന് പറയുന്നത്? നയം അല്ലെങ്കിൽ പോളിസി എന്ന് പറയുന്നത്. എന്ത് തീരുമാനങ്ങൾ എടുക്കാം എന്നതിന് ഇത് പരിധി നിശ്ചയിക്കുന്നു. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ നയിക്കാൻ നയങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിക്ക് ഒരു പോളിസി അല്ലെങ്കിൽ നയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ മാറുക അല്ലേ. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രൊസീജിയർ. നടപടി ക്രമങ്ങൾ ജോലി ചെയ്യുന്നതിനുള്ള ഘട്ടമായുള്ള ഗൈഡുകൾ പോലെയാണ്. ആ നടപടിക്രമങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കുമ്പോൾ എന്തു ചെയ്യണമെന്ന് എല്ലാവർക്കും എന്ത് ചെയ്യണം? അറിയണം അല്ലേ. നമ്മുടെ കമ്പനിയിലെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്, പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് മെത്തേഡ്സ് അല്ലേ. തൊഴിലാളികൾക്ക് ജോലി എളുപ്പമാക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന മികച്ച രീതി കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം. കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡ് രീതികളാണ് എന്തെന്ന് പറയുന്നത്? മെത്തേഡ്സ് അല്ലെങ്കിൽ രീതികൾ എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് പറയുന്നതാണ് റൂള് അല്ലെ. പ്രത്യേക സാഹചര്യങ്ങൾ എന്തു ചെയ്യണം, എന്തു ചെയ്യരുത് എന്നതിനെ കുറിച്ചുള്ള നേരിട്ടുള്ള നിർദ്ദേശം
അടങ്ങിയിട്ടുള്ള ഒരു ബുക്ക് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത്, റൂൾസ് അല്ലെങ്കിൽ റൂൾ എന്ന് പറയുന്നത് അല്ലേ. ഉദാഹരണത്തിന് ഒരു ലൈബ്രറിയിൽ നിശബ്ദത പാലിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു പുകവലിക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, പുകവലിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റൂൾ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈബ്രറിയിൽ നിശബ്ദത പാലിക്കുക, അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ പുകവലി പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരിക്കാം, അത് നമ്മൾ എന്ത് ചെയ്യണം, പാലിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ബഡ്ജറ്റ് അല്ലേ. എന്താണ്, ഒരു ലക്ഷ്യത്തിലെത്താൻ ആവശ്യമായ പണമോ വിഭവങ്ങളോ ആണ് എന്ത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ബഡ്ജറ്റ് ഒരു കാലയളവിൽ എത്ര പണം വരുമെന്നും പുറത്തു പോകണമെന്നും നമ്മൾ എന്ത് ചെയ്യണം, പ്രവചിക്കണം. നമുക്ക് അറിയണം എത്രമാത്രം നമുക്ക് ഇങ്ങോട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് നമുക്ക് ഉണ്ടാകണം, അതിൽ നിന്ന് നമ്മൾ എത്ര അങ്ങോട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇറക്കണം എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പ്രോഗ്രാം. ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ഒരു ഘടനാപരമായ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, പ്രോഗ്രാം. എടുക്കേണ്ട ഘട്ടങ്ങൾ, ഉപയോഗിക്കേണ്ട വിഭവങ്ങൾ, പൂർത്തിയാക്കാനുള്ള സമയപരിധി എന്നിവ ഇത് വിവരിക്കുന്നു. ഉദാഹരണത്തിന് ഒരു പുതിയ ഉൽപ്പന്നം, പരിശീലന പരിപാടി അല്ലെങ്കിൽ പരസ്യം ഒക്കെ എന്ത് ചെയ്യണം, സൃഷ്ടിക്കല് എന്നാണ് പറയുന്നത് അല്ലേ. ഇത്രയും ടൈപ്സുകളാണ് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ്, ഓർഗനൈസിങ് അല്ലേ. നമ്മൾ ഓർഗനൈസിങ് എന്താണെന്ന് നോക്കണ്ടേ. പ്ലാനിങ് കഴിഞ്ഞു, ഇനി നമ്മൾ ഓർഗനൈസിങ്ങിലാണ് വരുന്നത്. എന്താണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്, നമ്മുടെ പ്ലാനിങ്ങിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ രണ്ടാമത്തെ ഫങ്ഷനാണ് ആര്, ഓർഗനൈസിങ്. അപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ ആരാ, പ്ലാനിങ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഓർഗനൈസിങ് എന്താണെന്ന് നോക്കാം. ഓർഗനൈസിങ് എന്നത് സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുകയും ഗ്രൂപ്പ് ചെയ്യുകയും നിർവചിക്കപ്പെട്ട പൊതു ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി അവർക്കിടയിൽ ഉൽപാദനപരമായ ബന്ധം സ്ഥാപിക്കുന്നതിന് ശാരീരികവും സാമ്പത്തികവും മാനുഷികവുമായ വിഭവങ്ങൾ കൂട്ടിച്ചേർക്കലാണ് എന്തെന്ന് പറയുന്നത്, ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഒരു കമ്പനിക്ക് വേണ്ട എന്തൊക്കെ പ്രവർത്തനങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം, അത് ഗ്രൂപ്പുകളായി തരംതിരിക്കണം, അതിനെ നമ്മൾ നിർവചിക്കണം അല്ലേ, നമുക്ക് അതിനെ നിർവചിക്കാൻ കഴിയണം. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പൊതു ലക്ഷ്യങ്ങളാക്കി നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ഓർഗനൈസിങ് വായിച്ചോ, കൃത്യമായിട്ട് മനസ്സിലാവുക, നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് ഓർഗനൈസിങ്ങിൽ എന്താ പറയുന്നത്, പ്ലാനിങ്ങിന് ശേഷം വരുന്ന ഒരു നിർണായക മാനേജ്മെന്റ് ഫംഗ്ഷനാണ് ഓർഗനൈസിങ്. വിഭവങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരിക, സ്ഥാപനത്തിലെ ഘടന സ്ഥാപിക്കുക, തൊഴിൽ സ്ഥാപനങ്ങൾക്ക് ഇടയിൽ അധികാരവും ഉത്തരവാദിത്വവും നിർവചിക്കുക എന്നത് ഇതിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ഓർഗനൈസിങ് ഒരു തുടർച്ചയായ പ്രവർത്തനമാണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. സ്ഥാപനത്തിന്റെ തേർഡ് ഫീച്ചർ പറയുന്നതാണ്, സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനമാണ് ഓർഗനൈസിങ്. മൊത്തത്തിൽ നമ്മൾ ആ ഒരു കമ്പനിയെ ഓർഗനൈസ് ചെയ്യുക അല്ലേ. നമ്മൾ ആ കമ്പനിയുടെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്, അതിലെന്തെല്ലാം പ്രവർത്തനങ്ങൾ ആഡ് ചെയ്യണം, അതിനെങ്ങനെ നമ്മൾ നിർവചിക്കണം, അതിലെങ്ങനെ ഗ്രൂപ്പുകളായി തരംതിരിക്കണം, ആ കമ്പനിയുടെ ലക്ഷ്യം തൻ്റെ എംപ്ലോയീസിൻ്റെ ലക്ഷ്യങ്ങളായി മാറ്റിയെടുക്കുന്നതിനെയാണ് ഓർഗനൈസിങ് അല്ലേ. നെക്സ്റ്റ് ഫോർത്ത് ഫീച്ചർ എന്താ പറയുന്നത്, ഗ്രൂപ്പുകളിലോ ഡിപ്പാർട്ട്മെന്റുകളിലോ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കിടയിൽ സഹകരണം വളർത്തുന്നതിനും അവർക്കിടയിൽ ബന്ധം സ്ഥാപിക്കുന്നതിനും ഓർഗനൈസിങ് പ്രധാന ഘടകമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്, ഓർഗനൈസിങ് അല്ലേ. അപ്പോൾ ഓർഗനൈസിങ്ങിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, ഫോർമൽ ഓർഗനൈസേഷൻ എന്നും അതുപോലെ തന്നെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നും. എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? ഇതിൽ പറയുന്നത് ഒരു സ്ഥാപനത്തിനുള്ളിലെ വകുപ്പുകള്, ഡിവിഷനുകള്, വ്യക്തികൾ എന്നിവയ്ക്കിടയിലുള്ള ഔപചാരികമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്, അതായത് ഫോർമൽ വേയിൽ, അതായത് ഫോർമൽ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നതിനെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയിലായിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു ആ കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളോ അതിൻ്റെ പ്രോഫിറ്റിനെ കുറിച്ചും കൊണ്ടുള്ള സംസാരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഫോർമൽ ഓർഗനൈസേഷൻ ആണ്. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഔപചാരിക ഘടനയേക്കാൾ വ്യക്തിപരമായ മനോഭാവങ്ങൾ, ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സ്ഥാപനത്തിനുള്ളിലെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പൊ എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഇൻഫോർമൽ ഓർഗനൈസേഷനും അല്ലെ. അപ്പൊ ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഡീസെൻട്രലൈസേഷൻ. ചെറിയൊരു പാരഗ്രാഫ് ആയിട്ട് നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വികേന്ദ്രീകരണം എന്നത് അല്ലെ, ഡീസെൻട്രലൈസേഷൻ എന്നത് ഒരു കേന്ദ്ര അതോറിറ്റിയിൽ നിന്ന് മാറി ഒരു ഓർഗനൈസേഷനിലെ ചെറിയ ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പ്ലാനിങ്ങും ഡിസിഷൻസും തീരുമാനങ്ങളൊക്കെ
അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ എത്തിക്കുന്നതിന്, അവിടെയും കൂടി നമ്മുടെ വിതരണം നടക്കുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയിലെ ഡിസിഷൻസ് ആയിക്കോട്ടെ, അവിടുത്തെ ലക്ഷ്യങ്ങളായിക്കോട്ടെ, അവിടുത്തെ പ്ലാനിങ്ങുകളായിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ സബ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ അരികിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇത് എത്തിക്കുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? പ്ലാനിങ് എന്താണെന്ന് പറഞ്ഞു, ഓർഗനൈസിങ് എന്താണെന്ന് പറഞ്ഞു അല്ലെ. പ്ലാനിങ്ങിന്റെ ടൈപ്സുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓർഗനൈസിങ് എന്താണ്? ഓർഗനൈസിങ് എന്ന് പറയുന്നത്, ഓർഗനൈസിങ് എന്നത് സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുകയും അത് ഗ്രൂപ്പ് ആക്കുകയും നിർവചിക്കപ്പെട്ട പൊതു ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓർഗനൈസിങ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. 2 തരത്തിലാണ്, ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും, അതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഒരു 2-3 ഉണ്ട്. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് 2, 3, 4 മാർക്കിനൊക്കെ വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, MCQ ക്വസ്റ്റ്യൻസിൽ വാട്ട് ഈസ് പ്ലാനിങ് ഇൻ ദ മാനേജ്മെന്റ് അല്ലെ, അതുപോലെ തന്നെ what is the main purpose of the organizing function in management, which type of plan involves comprehensive plan indicating the desired future of an ഓർഗനൈസേഷൻ. ഇത്രയാണ് നമ്മുടെ MCQയിൽ വരുന്നത്. നിങ്ങൾ നേരെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് എന്താ? പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻസ് എഴുതാനും, അതുപോലെ തന്നെ 2 ടൈപ്സ് ഓഫ് പ്ലാനുകൾ എഴുതാൻ, ഏതൊക്കെയാണെന്നുള്ളത് എഴുതാൻ, അതുപോലെ ഡിഫൈൻ ടേം ഓർഗനൈസിങ്, വാട്ട് ഈസ് മീൻ ബൈ പ്ലാനിങ് പ്രൊമൈസസ്, എന്താണ് പ്ലാനിങ് പ്രൊമൈസസ് നമ്മൾ പറഞ്ഞുല്ലേ. പിന്നെ എന്താണ്? ഗീവ് ദ മീനിങ് ഓഫ് ഡീസെൻട്രലൈസേഷൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്, റൈറ്റ് എ ഷോർട്ട് നോട്ട്, എന്താണ് റൂൾ എന്നും പ്രൊസീജിയർ എന്നും ബഡ്ജറ്റ് എന്നും ആൻഡ് പ്രോഗ്രാം എന്നും. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.